അക്രമത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യത, അക്രമികളെ മതീകരിച്ച് അവരെയൊക്കെ എല്ലാവക രാഷ്ട്രീയ സംരക്ഷണവും കൊടുത്ത് രാഷ്ട്രീയക്കാരുടെ ആണ് അത് ചെയ്യുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി അവരെ പിന്നെ എന്തെന്നാ രക്തസാക്ഷികളാക്കി അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവരെ ബഹുമാനമായിട്ട് സ്വീകരിക്കുന്നു. ഒരു പാർട്ടിയുടെ അക്രമികളെ മറ്റേ പാർട്ടിയിലേക്ക് ബഹുമാനമായിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ അക്രമത്തിന് കിട്ടുന്ന സ്വീകാര്യത ഇതിപ്പോ വന്ന് വന്ന് നമ്മൾ ഡെയിലി പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ വായിച്ചു നിർത്താൻ പറ്റാത്ത പോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന നെഞ്ചു കാണിക്കുന്ന വാർത്തകളാണ് വരുന്നത്. അത് കൊച്ചു പിള്ളേര് അപ്പൊ അക്രമം ഇങ്ങനെ ഒരു പടരാണ്, അതൊരു വൈറസ് രോഗമായിട്ട് മാറിയിരിക്കുക. അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, നമ്മളെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് തോമസേട്ടൻ പല നിലപാടുകളും പറയാറുണ്ടല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയ വഴി തോമസേട്ടൻ പറയാറുണ്ട്, വട്ടം കൂടി ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ പൊതു കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട് എന്ത് വിഷയങ്ങളെ കുറിച്ച്. ഇപ്പൊ അക്രമങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലും ലോക രാജ്യങ്ങളിൽ ഉൾപ്പെടെ മുൻപും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അക്രമങ്ങൾ നടത്തി ആളുകളെ ഒരു കൂട്ടം ആളുകളെ പ്രീതിപ്പെടുത്തുകയും ഒരു കൂട്ടം ആളുകളെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത പണ്ട് മുതലേ ഉണ്ട്. അതിനെ പിന്തുടർന്ന് നമ്മുടെ എന്തിനു പറയുന്നത്, ഇന്ത്യയിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല, കേരളത്തിൽ തന്നെ എടുത്താൽ മതിയല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ ആര് ഭരിച്ചാലും അവർ പ്രസ്ഥാനം നിലനിൽക്കാനും പ്രസ്ഥാനത്തിലുള്ളവരുടെ ഊർജം നഷ്ടപ്പെടാതെ നോക്കാൻ രക്തസാക്ഷികൾ ഉണ്ടാക്കുന്ന നാടാണ് നമ്മുടെ. അപ്പൊ അതിലുണ്ടാക്കുന്ന രക്തസാക്ഷികൾ ഒരിക്കലും സാധാരണ റോഡ് സൈഡിൽ വെറുതെ പോയ ആളുകളല്ല, അവരുടെ കയ്യിൽ ചോര പുരണ്ട ആളുകളാണ്. വാളെടുത്തവൻ തന്നെയാണ് വേറെ വാളിനേരെയായി. പക്ഷെ അവര് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അവര് ഈ നാട്ടിലെ താര രാജാക്കന്മാരായിട്ട് മാറാണ്. അങ്ങനെ മാറ്റിയെടുക്കുന്നത് ആരാ? സമൂഹത്തിലെ നിലകൊള്ളുന്ന നമ്മളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളോ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിലൂടെ വളരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒക്കെ മണ്ടന്മാരായ നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ. ഇപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകൻ ആസ് എ പൊളിറ്റീഷ്യൻ, അതിലുപരി ഒരു പിതാവാണ്. സമൂഹത്തിലെ എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ സമൂഹത്തോടൊക്കെ ഉള്ള ഒരാളെന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് തോമസേട്ട നമ്മുടെ ഉള്ളിലൊക്കെ തോന്നുന്ന ഒരു കാര്യം, സെബിച്ചേട്ടനായാലും നമുക്കൊക്കെ ആയാലും മക്കളുണ്ട്, വളർന്നു വരുന്ന സമൂഹം പോണ പോക്ക് വലിയ അപകടത്തിലേക്കാണ്. നടക്കില്ല. കാരണം അതിന്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന ഒരു വശത്ത്, രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നവരൊപ്പം മറ്റുള്ളവർക്ക് രക്തസാക്ഷികളെ സമ്മാനിക്കാനായിട്ടുള്ള ഒരു ഗുണ്ടാവിഭാഗങ്ങളോട് വളർത്തിയെടുക്കുകയാണ്. ഒരേ സമയത്ത് സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള പാർട്ടിക്കാരെ കൊല്ലാൻ വേണ്ടി ഒരു വിഭാഗത്തിനെ അതും സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ ശ്രദ്ധിക്കാം. കൊലപാതകങ്ങൾ കഴിയുമ്പോൾ ഒരാൾ കൊലപാതകം ചെയ്താൽ എന്തിൻ്റെ പേരിലായാലും അത് തെറ്റ് തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ കൊലപാതകമായാലും വ്യക്തിവിരോധമായാലും തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്യുന്നവനെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ള ഉപദ്രവിക്കുന്നവനെ നേരത്തെ ഷാഹിം പറഞ്ഞ മഹത്വവൽക്കരിക്കുക, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുക, അവൻ സ്റ്റേജ് അവനൊരു കൊലപാതകം ചെയ്ത് അവന് വലിയ വലിയ നേതാക്കന്മാരോടൊപ്പം സ്റ്റേജ് പങ്കിടാനുള്ള അവസരമാണ്. അവൻ ഇത് കാണുന്നവൻ സ്വാഭാവികമായിട്ട് അതിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം അവൻ മെറിറ്റായിട്ട് പറയണം. അവൻ വെറുതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരുത്തൻ ഒരു ദിവസം ഫുട്ബോൾ എടുത്ത് മറ്റൊരു ഒരുത്തനെ ആക്രമിച്ചാൽ, എതിരാളിയെ ആക്രമിച്ചാൽ പിറ്റേ ദിവസം മുതൽ അവന് വലിയ വലിയ നേതാക്കന്മാരുടെ വിളി, വലിയ നേതാക്കന്മാരോടൊപ്പം ഭക്ഷണം, വലിയ വലിയ നേതാക്കന്മാരോട് ഉള്ള യാത്ര, ഇതൊക്കെ ലഭിക്കുകയാണ്. അല്ല, അതിലാണ് സെബിച്ചേട്ടൻ പറഞ്ഞ ആ പോയിന്റിലാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരായ ഒരു മാതാപിതാക്കളുടെ ആശങ്ക. കാരണം ഇത് കണ്ടു വളരുന്ന കുട്ടികൾ ടി വിയിൽ വലിയ സ്ക്രോളിങ്ങിൽ കാണിക്കും. പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പത്രം വരലും നിർത്തി. കാരണം പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പീഡിപ്പിക്കലും അക്രമവും കൈവെട്ടും കാലുവെട്ടും ആ കഥകളും മാത്രം വായിക്കാനുള്ളൂ. പിന്നെ കുറച്ച് പരസ്യവും 7-ാം പേജിൽ ചരമക്കോളം ഉള്ളൂ. വായിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും പ്രത്യേകിച്ച് ഇല്ലാന്ന് തോന്നുന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അറിയുന്നുണ്ട്. രണ്ടാമത് ഇപ്പൊ സെബിച്ചേട്ടൻ സൂചിപ്പിച്ച ആ കാര്യം തന്നെയാണ്, ഇത് കണ്ട് ആരാധന ഇങ്ങനെയുള്ള ആളുകളോട് മക്കൾക്ക് തോന്നാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ കഞ്ചാവായാലും MDMA ആണെങ്കിലും മദ്യമാണെങ്കിലും ഒക്കെ സുലഭം, ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പൊ ഇപ്പൊ ആ പറഞ്ഞ അപകടത്തിന്റെ വക്കിലാണ് നമ്മുടെയൊക്കെ മക്കളും ഈ സമൂഹവും നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക. അതായത് അക്രമത്തിന് സ്വീകാര്യതയുള്ള ഒരു അന്തരീക്ഷം, അതിനെ മഹത്വവൽക്കരിച്ച് അത് വലിയ കാര്യമാണെന്ന് ഇളം തലമുറയ്ക്ക് തോന്നാവുന്നത്. ഇത് നമ്മുടെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന, ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി കേരള യാത്രയ്ക്കിടെ
സുരക്ഷ ഒരുക്കാൻ വേണ്ടി വഴിയൊരുക്കി എത്ര പേരെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി സിമ്പിളായിട്ട് ഞാൻ പറയാം, എന്തിനു പറയണു, മത നേതാക്കൾ. അതെ അതെ. ഇപ്പോ എറണാകുളം അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിൽ ആ അച്ഛന്മാര് അവര് എന്തെങ്കിലും കാരണം ആയിക്കോട്ടെ, അവര് പറഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് പോലീസ് വലിച്ചഴിച്ച് ആക്രമിക്കുന്നു. നമ്മള് ഒരു വിഭാഗമല്ല പറയുന്നത്, ഏത് പരിധി നോക്കിയാലും അക്രമം ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടാനുള്ള രീതിയാകുകയും അപ്പൊ അതിന് സ്വീകാര്യത അങ്ങ് മുകളിലിരിക്കുന്നവന്മാര്, ഇത് രാഷ്ട്രീയ തലത്തിലായാലും നാടിന്റെ നേതൃത്വത്തിലായാലും ആത്മീയ നേതൃത്വത്തിലായാലും സ്വീകാര്യത അവർ കൊടുക്കുമ്പോൾ, അവരതിന് നേതൃത്വം കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ഇളം തലമുറ ഇങ്ങനെ ആയാലല്ലേ അത്ഭുതപ്പെടാൻ. നമ്മുടെ നാട്ടിൽ പറഞ്ഞ സിനിമകൾ നോക്കുക, ഒരു കാലഘട്ടത്തിലെ പല കാലഘട്ടത്തിലെ സിനിമകളിലെ നായകൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹീറോസ് ആണ്. അവർ ഏറ്റവും നല്ല, അവർ ഒരു സിഗരറ്റ് വലിക്കില്ല, മദ്യം കഴിക്കില്ല, എല്ലാം കൊണ്ടും 100. ഇന്നത്തെ നായകന്മാര്, സിനിമയുടെ നായകന്മാരുടെ റോൾ എന്താ? ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് കഴുത്തു പോയിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പടം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അപ്പൊ പിള്ളേര് പറഞ്ഞു മാർക്കോ കണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല. കാരണം അതിൽ അതുപോലെ വെറുതെ എന്തൊക്കെയോ പറയുന്നത്, വെറുതെ കൊല്ല, ഇന്ത്യ കൊല്ല. ഒരു സിനിമയുടെ അവനെ കാണാൻ, ആ നായകനെ കാണാൻ, അവൻ നായകനാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ എനിക്ക് അവൻ നായകനായിട്ട് തോന്നിയിട്ടില്ല, ഭീകരനായിട്ട് തോന്നിയത്. പടം കണ്ടില്ല, പടം കാണാതെ വിമർശിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും കേട്ടതുകൊണ്ട് മാത്രം പറയുന്നതാണ് എടുത്തു പറയട്ടെ. അതിലെനിക്ക് വരുന്ന ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത്, ആളുകൾക്ക് ഓരോ സമയത്തും നാവിന് രുചി അറിഞ്ഞുള്ള ഭക്ഷണം കൊടുക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കഴിക്കുള്ളൂ. ഈ കാലഘട്ടത്തിന്റെ ട്രെൻഡായിട്ട് ചെറുപ്പക്കാരുടെ സ്വീകാര്യത നേടുന്നത് ഇങ്ങനെയുള്ള ടെററിസ്റ്റ് മേഖലയിൽ വരുന്ന സിനിമകളാണ്. ഭീകരവാദമാണ് ആളുകൾ ഇഷ്ടപ്പെടുക. അല്ല, അത് പരസ്യം എങ്ങനെയാന്നേ, കണ്ടമാനം കുട്ടികൾ കാണരുത്, 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ പോകരുത്, അങ്ങനെ പറഞ്ഞ കുട്ടികൾ മാത്രമേ കാണുള്ളൂ. അതല്ലേ ഏറ്റവും വലിയ പബ്ലിസിറ്റി. ഒരു സാധനം വേണ്ട എന്ന് പറയുന്നിടത്ത് അത് എന്താണെന്ന് അറിയാനുള്ള ഉത്കണ്ഠ നമുക്ക് ഉണ്ടാവുമല്ലോ. തുടരുത് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ വീട്ടില് കാരണന്മാർ പറയണത്, അത് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവർ പോയാൽ നമ്മൾ എടുക്കും. ഇപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു മൃഗത്തെ, ഇപ്പൊ പോത്തിനെ കഴുത്തിറക്കണമെന്ന് നമുക്കറിയാം, പക്ഷെ അത് നമ്മൾ കാണിക്കാൻ മടിക്കും. ഏത് അത് കാണിക്കാൻ മടിക്കും. പക്ഷെ ഇന്നിപ്പോ മനുഷ്യന്റെ കഴുത്തിറക്കുന്നത് കാണിക്കാൻ മടക്കുന്നില്ല, അത് വലിയ പിടുക്കമാണ്. ഇത് ചെയ്യുന്നവൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയാതിരുന്നത്, ഞാൻ മനുഷ്യന്റെ കഴുത്തിറക്കം നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യനാണ്, കാണാൻ വേണ്ടി പോയി നിന്ന് കണ്ട. കാരണം ഇതൊരു അനുഭവം, ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ 2 പ്രാവശ്യം 3 പേരുടെ കഴുത്ത് വെട്ടുന്നത് നേരിട്ട് പോയി നിന്ന് അതായത് പൊതുസ്ഥലത്ത് ശിക്ഷ നടപടി. അവിടെ പൂമാലായിട്ട് സ്വീകരിക്കലായിരുന്നു, അവർ ചിറ്റ ചെയ്ത് തന്നെ അവർ കഴുത്തിറക്കായിരുന്നു. കഴുത്തിറക്കം തന്നെ ന്യായീകരിക്കുകയല്ല, ശിക്ഷിക്കണം, മാന്യമായ ശിക്ഷ കൊടുത്ത്. ഒരു മനുഷ്യന് ഒരു തെറ്റ് ചെയ്താൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമായിരിക്കും. അല്ലാണ്ട് 12 വർഷം ശിക്ഷിക്കുകയും അത് കഴിഞ്ഞ് 8 വർഷം കഴിയുമ്പോൾ നല്ലടപ്പ് രാഷ്ട്രീയക്കാർക്ക് വേണ്ടവരാണെങ്കിൽ പുറത്തിറക്കുക, പണം ഉണ്ടെങ്കിൽ പുറത്തിറക്കുക. അതിനിടയ്ക്ക് ഒരു 56 പ്രാവശ്യം പരോള്. ഈ നിലപാടുകൾ മാറാതെ ഈ സമൂഹം, കേരളത്തിൽ നമ്മൾ മലയാളികളായിട്ട് ഇവിടെ ഈ കാറ്റഗറി തിരിച്ചിട്ട് തടവുകാരുണ്ട്. ശിക്ഷാ നടപടികൾ നേരിട്ട് ജീവപര്യന്തം ആവട്ടെ, മറ്റ് നടപടികളാവട്ടെ, 10 വർഷം 8 വർഷം ആവട്ടെ, ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഇന്നിവിടെ ബുദ്ധിമുട്ട്. VIP പരിഗണന നൽകേണ്ട കുറ്റവാളികൾ സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ പരോൾ അനുവദിക്കുന്നുണ്ട്. ആ പരോളിൽ നാട്ടിൽ വന്ന് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിപ്പോ ലോകത്തിന്റെ ഒരു രീതിയായി മാറിയിരിക്കുക. അപ്പൊ നമ്മളൊന്ന് അമേരിക്കയെ നോക്കിയേ, ട്രംപ് എന്നാ ചെയ്തേ, അവിടുത്തെ കോടതികൾ പോലും പല കോടതികള് ശരിവെച്ച ഇലക്ഷന് അവൻ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. അവൻ തോറ്റെന്ന് അംഗീകരിക്കാതെ ആ വിജയം, എതിർകക്ഷിയുടെ ബൈഡന്റെ വിജയം ത്തിന് അംഗീകാരം കൊടുക്കുന്ന ഇത് സെഷൻ കൂടിയ ക്യാപിറ്റോള് അവന്റെ ആയിരക്കണക്കിന് ജനത്തെ വിട്ടത് ആക്രമിച്ച് അവിടുത്തെ എംപിമാരൊക്കെ ഒളിച്ചു. അവിടെ ഓടി ഒളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി ഓടി ഒളിച്ചു. അവിടുത്തെ വൈസ് പ്രസിഡന്റ് കൈ കിട്ടിയിരുന്നെങ്കിൽ പുറത്ത് തൂക്കിക്കൊള്ള എല്ലാ സംവിധാനവും ശരിയെ വെച്ചിരിക്കാം. എന്നിട്ട് ആ ജനം അങ്ങനെയുള്ളവരെ വീണ്ടും തെരഞ്ഞെടുത്ത് മാത്രമല്ല, ആ ആക്രമിച്ച 1500 പേരോളം അവര് കോടതി വിധിക്കുകയും അവർ തന്നെ പലരും കുറ്റമേറ്റു പറയുകയും ചെയ്തവരെ അവര് കുറ്റവാളികളല്ല, അവര് രാജ്യത്തിന്റെ പോരാളികളാണ്, ജനാധിപത്യത്തിന്റെ പോരാളി എന്ന് സ്വീകരിക്കുകയും. ഇപ്പൊ തന്നെ ന്യൂയോർക്കിന്റെ മുൻ മേയറായിരുന്നു, ട്രംപിന്റെ പാർട്ടിയുടെ
പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റിക്കിന്റെ ഒരു മേയർ, അയാള് വലിയ കോഴ നടത്തിയിട്ട് അയാൾക്കെതിരെ ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ ആക്ഷൻ എടുത്ത് അയാളെ ഇപ്പൊ അയാൾ ജയിലിൽ പോകുന്നതിന് അയാളുടെ വിചാരണ നടക്കാൻ പോയ സമയത്ത് ട്രംപിന്റെ പക്ഷത്തേക്ക് വന്നെന്നും പറഞ്ഞ് ഇപ്പൊ നമ്മുടെ പണ്ട് BJP പ്രതിപക്ഷത്തെ എത്ര വലിയ കുറ്റവാളികളെയും അല്ലെങ്കിൽ കോഴ ചെയ്തവരെയും നമ്മൾ വാഷിംഗ് മെഷീൻ എന്ന് വെച്ചാൽ അവർ BJP ചേർന്ന അവർക്കില്ല. ഇത് പ്രതിപക്ഷത്തിൽ നിന്ന് അവരെ ജയിലിലടയ്ക്കും, മീഡിയ വിട്ടും ഇതിനെ വിട്ടും. ഇത് തന്നെ ലോകമെമ്പാടും നടക്കാണ്. ഇതിനെതിരെ ഒരു പൊതുവികാരം പ്രകടിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഇലക്ഷൻ വഴിയാണ്. ഇതിന് ഒരു പൊതുവികാരം ഇപ്പൊ ഇവിടെ നമ്മളെല്ലാം വിഷമിക്കുന്നുണ്ട്. പക്ഷെ ഈ വിഷമം കണ്ടിട്ട് ഇപ്പൊ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ആ പയ്യനെ ഏത് രീതിയിൽ പീഡിപ്പിച്ചു, അവനെ തൂക്കി കൊന്നാണോ അവൻ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്താണോ എന്തുവാകട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതായത് നാട്ടിലും മനുഷ്യമൃഗവും കാട്ടിൽ നിന്ന് പറഞ്ഞ വന്യമൃഗവുമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ചെയ്യുന്നതാണ്. അതല്ല, ഇപ്പൊ ഈ റാഗിങ് ശ്രദ്ധിച്ചതിൽ അവര് ചേട്ടനനിയന്മാരോ നാട്ടുകാരോ അല്ല ഈ ഒന്നിച്ചു കൂടിയത്. ഒരു പ്രത്യേക സംഘടനയിൽ വർക്ക് ചെയ്യുന്നവർ ഒരുമിച്ച് കൂടിയാണ് ചെയ്യുന്നത്. ആ സംഘടനയുടെ ബലമാണ് അവരത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അല്ലാണ്ട് ചേട്ടനനിയന്മാർ ഞാനും എന്റെ സഹോദരനും കൂടി ഒരു വഴിക്ക് പോകുമ്പോൾ ഒരുത്തരും ഉപദ്രവിച്ച് ഞാൻ ചേട്ടനും കൂടി അടിക്കും. അതല്ല, ഇതൊരു സംഘടനയുടെ ബലത്തിലാണ് നടക്കുന്നത്. ആ സംഘടന എന്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണെന്ന് ബോധ്യം അവനുള്ളത് കൊണ്ടാണ് അവനെ ചെയ്തത്. അതേ സമയം റോഡിൽ വെച്ച് കണ്ട് എന്തെങ്കിലും ഇഷ്ടക്കുറവിന്റെ പേരിലോ അതിർത്തി തർക്കത്തിന്റെ പേരിലോ മുൻ വൈരാഗ്യത്തിന്റെ പേരിലോ അല്ലല്ലോ, ഒരു വൈരാഗ്യമില്ല. പരിചയമില്ലാത്ത ഒരാളെ പുതിയതായിട്ട് കാണുന്നു, ആ ആശയത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു മനുഷ്യനെ കുരുതി കൊടുക്കാനായിട്ട് മടിയില്ല. എന്തുകൊണ്ടായി സിദ്ധാർത്ഥനെ ആ കൊലയ്ക്ക് അയച്ചവരോ കൊന്നവരോ അല്ലെങ്കിൽ അതുപോലെ പീഡിപ്പിച്ചവരോ എന്തുകൊണ്ടേ അവരെ കോടതി പോലും സഹായിച്ചു, സർക്കാർ പോലീസ് സഹായിച്ചു, പുറത്തു വന്ന് വീണ്ടും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പൊ ഇങ്ങനെയുള്ളവർ വിചാരിക്കും ഞാനിപ്പോ എന്ത് ചെയ്താലും എനിക്ക് എന്നെ സഹായിക്കാൻ ഒരു സംവിധാനമുണ്ട്, എന്നെ സംരക്ഷിക്കാൻ ഒരു സംവിധാനമുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല. അതായത് ഈ അക്രമത്തിന് സ്വീകാര്യതയുണ്ട്. അക്രമികള് അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളൊരവസ്ഥ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, സാത്താന്റെ സ്വന്തം നാട്.